നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ സയ്യിദ് അസീം മുനീറിനെ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ വിളിച്ചു വരുത്തി വിരുന്ന് നൽകിയതിലെ നയതന്ത്രം ഇന്ത്യയിലും സജീവമായി ചർച്ചയാവുകയാണ്. ഇറാനുമായുള്ള സംഘർഷ സാഹചര്യം മുന്നിൽ കണ്ടാണ് ട്രംപ് മുനീറിന് വിരുന്നൊരുക്കിയത് എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. US സൈനിക നീക്കം നടത്തിയാൽ പാകിസ്ഥാൻ സൈനിക വിമാനത്താവളങ്ങളിലടക്കം US പോർ വിമാനങ്ങളിൽ എത്തിയേക്കും. ഇത് മുന്നിൽ കണ്ടാണ് ട്രംപ് കരുനീക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. പാക് സൈനിക മേധാവിയെ കാണാൻ കഴിഞ്ഞത് ബഹുമതിയായി കാണുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയുമായി യുദ്ധത്തിൽ ഏർപ്പെടാത്തതിന് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞ ട്രംപ് സംഘർഷം ഒഴിവാക്കുന്നതിനും ഇരു രാജ്യങ്ങളും നന്നായി പ്രവർത്തിച്ചുവെന്നും പറഞ്ഞു. യുദ്ധത്തിൽ ഏർപ്പെടാതിരുന്നതിനാൽ നന്ദി പറയാൻ വേണ്ടിയാണ് താൻ അദ്ദേഹത്തെ ഇവിടേക്ക് ക്ഷണിച്ചതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞു. പാകിസ്ഥാനുമായി US വ്യാപാര കരാറിൽ ഏർപ്പെടും. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. രണ്ട് വളരെ മിടുക്കരായ ആളുകൾ യുദ്ധം തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. അവർ രണ്ട് വലിയ ആണവ ശക്തികളാണ്. ഇന്ന് അസീം മുനീറിനെ കാണാൻ കഴിഞ്ഞത് ഞാനൊരു ബഹുമതിയായി കാണുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. ബുധനാഴ്ചയാണ് വൈറ്റ് ഹൌസിൽ അസീം മുനീറിനൊപ്പം ട്രംപ് ഉച്ചഭക്ഷണം കഴിച്ചത്. മുതിർന്ന സിവിലിയൻ ഉദ്യോഗസ്ഥരില്ലാതെ ഒരു US പ്രസിഡന്റും പാകിസ്ഥാൻ സൈനിക മേധാവിയും തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അസീം മുനീറുമായി ഇറാനെ കുറിച്ച് ചർച്ച നടത്തിയതായും ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. അവർക്ക് ഇറാനെ നന്നായി അറിയാം, മറ്റുള്ളവരെക്കാൾ നന്നായി. അവർ ഒന്നിനെക്കുറിച്ചും സന്തുഷ്ടരല്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ നോക്കിക്കാണുകയാണെന്നും അദ്ദേഹം എൻ്റെ അഭിപ്രായത്തോട് യോജിച്ച് ട്രംപ് പറഞ്ഞു. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് അസീം മുനീർ വാഷിംഗ്ടണിലെത്തിയത്. US-മായുള്ള സൈനിക ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം. പാകിസ്ഥാനിൽ സുസ്ഥിരമായ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പാകിസ്ഥാൻ പൗരന്മാർ അസീം മുനീർ താമസിക്കുന്ന ഹോട്ടലിന് പുറത്തും വാഷിംഗ്ടണിലെ പാകിസ്ഥാൻ എംബസിക്ക് സമീപവും പ്രതിഷേധിച്ചിരുന്നു. ഇമ്രാൻഖാനെ അനുകൂലിക്കുന്നവരാണ് പ്രകടനം നടത്തിയത്. വൈറ്റ് ഹൌസിലെ ക്യാബിനറ്റ് റൂമിൽ അമേരിക്കൻ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1 മണിക്കാണ് സൈനിക മേധാവി അസീം മുനീറിനെ ക്ഷണിച്ചിരുന്നത്. പതിവില്ലാത്ത ട്രംപിന്റെ നീക്കത്തെ പാകിസ്ഥാന്റെ നയതന്ത്ര വിജയമായാണ് പാക് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് വെട്ടിച്ചുരുക്കി ട്രംപ് നേരത്തെ മടങ്ങിയിരുന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ട്രംപ് കാനഡയിൽ നിന്ന് നേരത്തെ മടങ്ങിയതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്കയിലുള്ള അസീം മുനീർ അമേരിക്കയിലെ പാകിസ്ഥാൻ വംശജരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ഇന്ത്യ തെളിവുകൾ നിരത്തി സ്ഥാപിച്ചിട്ടും അത് നിഷേധിക്കുന്ന സമീപനമാണ് സൈനിക മേധാവി അവിടെയും സ്വീകരിച്ചത്. 1959 അയൂബ് ഖാന് ശേഷം ആദ്യമായി ഫീൽഡ് മാർഷൽ പദവിയിലെത്തിയ സൈനിക ഉദ്യോഗസ്ഥനാണ് അസീം മുനീർ. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഈ പദവിയിലെത്തുന്ന 2ാമത്തെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംഘർഷമുണ്ടായ ദിവസങ്ങൾക്ക് ശേഷമാണ് സ്ഥാനക്കയറ്റം ലഭിച്ചത്. ഇന്ത്യ പാക് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷമുള്ള മുനീറിന്റെ ആദ്യ US സന്ദർശനമാണിത്. അസീം മുനീറുമായുള്ള കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ടുകൾ ഏറെ ആകാംക്ഷയോടെയാണ് ഇന്ത്യയും ഉറ്റുനോക്കുന്നത്. അതേസമയം US മിലിറ്ററി പരേഡിന് പാക് സൈനിക മേധാവിക്ക് ക്ഷണം ലഭിച്ചുവെന്ന റിപ്പോർട്ടുകൾ വൈറ്റ് ഹൌസ് തള്ളിയിരുന്നു. ഒരു വിദേശ സൈനിക നേതാക്കളെയും പരേഡിന് ക്ഷണിച്ചിട്ടില്ലെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചതിന് പിന്നാലെയായിരുന്നു US വിശദീകരണം. അതേസമയം ഇറാൻ ആക്രമിക്കാനുള്ള പദ്ധതികൾക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഇറാന് നേരെ ആക്രമണം നടത്തണോ എന്നതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും US മാധ്യമമായ CBS റിപ്പോർട്ട് ചെയ്തു. ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ ഇറാൻ സമ്മതിച്ചാൽ ആക്രമണം ആരംഭിക്കാനുള്ള നീക്കത്തിൽ നിന്ന് US പ്രസിഡന്റ് പിന്മാറിയേക്കുമെന്നാണ് US-ലെ മുതിർന്ന ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് CBS റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിലെ ഫോർദോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ആക്രമിക്കുന്നതാണ് US-ന്റെ പരിഗണനയിലുള്ളതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനോട് നിരുപാധികം കീഴടങ്ങണമെന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ട്രംപിന്റെ ആവശ്യം ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി അപ്പാടെ തള്ളിക്കളഞ്ഞു. ഇറാനിയൻ ജനത കീഴടങ്ങില്ലെന്നും US ഏതെങ്കിലും രീതിയിൽ സൈനിക ഇടപെടൽ നടത്തിയാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഖമേനി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ് ട്രംപ് ഇതിനെ തള്ളിക്കളഞ്ഞു. ഇതിന് പിന്നാലെയാണ് ട്രംപ് ആക്രമണ പദ്ധതിക്ക് അംഗീകാരം നൽകിയതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. US-ന്റെ ഒരു വിമാനവാഹിനി കപ്പൽ കൂടി സംഘർഷ മേഖലയിലേക്ക് നീങ്ങുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. USS നിമിറ്റ്സ് എന്ന യുദ്ധക്കപ്പലാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് സംഘർഷ മേഖലയിലേക്ക് നീങ്ങുന്നത്.
അമേരിക്കയുടെ USS കാൾ വിൻസൺ എന്ന യുദ്ധക്കപ്പൽ നേരത്തെ തന്നെ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്നു. ഇതിനൊപ്പം യൂറോപ്പിൽ നിന്ന് F-22, F-35 യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് അയക്കാൻ സജ്ജമാക്കിയിട്ടുണ്ട്. അതിനിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ബാലിസ്റ്റിക് മിസൈൽ ശേഖരവും ഇല്ലാതാക്കൂ എന്ന ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ പടിപടിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബുധനാഴ്ച വ്യക്തമാക്കി. ടെഹ്റാന്റെ ആകാശം തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും മിസൈൽ കേന്ദ്രങ്ങളും അവരുടെ ആസ്ഥാനങ്ങളിലും ആക്രമണം തുടരുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു.